എന്തിനീ താലി രണ്ടാം ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കടയിൽ നിന്ന് കുറച്ചു നേരത്തെ വീട്ടിലെത്തിയതായിരുന്നു കിഷോർ. ബൈക്ക് സ്റ്റാൻഡിലിട്ട് ബെല്ലടിച്ചു. അർച്ചനയാണ് വാതിൽ തുറന്ന്. മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ചു കളഞ്ഞ് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കുറെ നേരമായി വന്നിട്ട്. സോറി, ഞാൻ ബാത്റൂം കഴുകിയായിരുന്നു. ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. അമ്മയുടെ ഏതോ കൂട്ടുകാരിയുടെ മകൾ പ്രസവിച്ചു. ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞു. നീ ഊണ് കഴിച്ചോ? ഇല്ല, ജോലി എടുത്തിട്ട് കഴിക്കാമെന്ന് കരുതി. കിഷോറേട്ടന് ഊണ് എടുത്ത് വെക്കട്ടെ? വേണ്ട, നീ പെട്ടെന്ന് റെഡിയാവും. നമുക്കിടം വരെ പോവാം. എവിടേക്കാ? അതറിഞ്ഞാൽ നീ വരൂ. അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് മുകളിലേക്ക് കയറി. കിഷോർ ഹാളിൽ നിന്ന് TV ഓൺ ചെയ്തു. കുളി കഴിഞ്ഞ് ഡ്രസ്സ് എറിയുന്ന സമയത്തൊക്കെ എവിടേക്കായിരിക്കും പോയെന്ന് അവൾ സ്വയം ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസമായി. ആകെ പുറത്തുപോയി തൻ്റെ വീട്ടിലേക്കും പിന്നെ അമ്പലത്തിലേക്കുമാണ്. ലെഗിൻസും ടോപ്പും ഇട്ട ശേഷം അവൾ ഫോണെടുത്ത് ശ്വേതയെ വിളിച്ചു. ചേച്ചി തിരക്കിലാണോ? ആരടി പറഞ്ഞു? കിച്ചു കടയിൽ പോയില്ലേ? നേരത്തെ വന്നു, പുറത്തു പോകണം, പെട്ടെന്ന് റെഡിയാവാനൊക്കെ പറഞ്ഞു. ആഹാ, കൊള്ളാലോ. എവിടേക്കാ? അതറിയില്ല, പോയിട്ട് വാ. ഇതൊക്കെ നല്ല മാറ്റങ്ങളാ. ഞാൻ പറഞ്ഞില്ലേടി, എല്ലാം ശരിയാവും. നീയും മാറാനുണ്ട്, ഇച്ചിരി ബോൾഡ് ആവണം. നോക്കിക്കോ, അടുത്ത തവണ ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ പൂർണ്ണമായിട്ടും അടുത്തിരിക്കും. ചേച്ചി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ? കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷം വരാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അവൾ ഫോൺ വെച്ചു. അർച്ചനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പോൾ ശ്വേതയാണ്. അവൾ നാട്ടിൽ നിന്ന് ചെന്നൈക്ക് തിരിച്ചു പോകുമ്പോൾ അർച്ചന കരയുന്ന കണ്ട് എല്ലാവരും കളിയാക്കിയിരുന്നു. പക്ഷെ അവിടെ മനസ്സറിയാവുന്ന ശ്വേത അതിനുശേഷം എന്നും പലതവണ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? കിഷോറിന്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിപ്പോയി. അവൻ വാതിൽക്കൽ നിൽപ്പുണ്ട്. കഴിഞ്ഞു. ഈ ഡ്രസ്സോ? സാരിയൊന്നുമില്ലേ? അവളൊന്ന് പരിങ്ങി. കിഷോർ അലമാര തുറന്നൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് തുറന്നു നോക്കി. മയിൽപ്പീലി കളറുള്ള സാരിയും ബ്ലൗസും. എന്നിട്ടാ മതി, ഞാനത് കുളിച്ചിട്ട് വരാം. അവൻ ടവലെടുത്ത് ബാത്റൂമിൽ കയറി. അർച്ചനയാകെ കുഴങ്ങി നിൽക്കുകയാണ്. സാരി ഉടുക്കാൻ അറിയില്ലെന്ന് അവനോട് പറയാനൊരു ചമ്മൽ, പിന്നെ ഇച്ചിരി പേടിയും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സഹായം ചോദിക്കാമായിരുന്നു. കിഷോർ കുളിച്ചു വന്നപ്പോഴും അവളത് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. എന്തേ? എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, അവൾ പറഞ്ഞൊപ്പിച്ച്. അവൻ ആശ്ചര്യത്തോടെ ഒരു നിമിഷം നോക്കി നിന്നു. അപ്പൊ കല്യാണത്തിനോടത്തില്ലായിരുന്നോ? അത് മറ്റുള്ളവർ സഹായിച്ചിട്ടാ. ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. മേശപ്പുറത്തെ പ്ലാസ്റ്റിക് ബോക്സ് തുറന്ന് അവൻ സേഫ്റ്റി പിന്നുകൾ എടുക്കുന്ന കണ്ടപ്പോൾ അവൾ കവറും കൊണ്ട് ബാത്റൂമിൽ കയറി. പെട്ടെന്ന് തന്നെ അടിപ്പാവണയും ബ്ലൗസും ധരിച്ച് പുറത്തു വന്നു. സാരിയുടെ അറ്റം എടുത്തു കുത്തി. കിഷോർ ശ്രദ്ധാപൂർവ്വം ഉടുപ്പിച്ചു തുടങ്ങി. വിരലുകൾ കൊണ്ട് ഞൊറിവുകൾ എടുക്കുന്ന അവനെ തന്നെ അവൾ നോക്കി നിന്നു. ഇതവിടെ, അകത്തേക്ക് തിരികെ വെക്ക്. അവൻ അർച്ചനയുടെ വയറിന് നേരെ വിരൽ ചൂണ്ടി. അവൾ അനുസരിച്ചു. സേഫ്റ്റി പിന്നുകൾ കുത്തിയത് അർച്ചന തന്നെയാണ്. തറയിലിരുന്ന് പ്ലീറ്റ്സ് നേരെയാക്കുന്ന അവനെ കണ്ടപ്പോൾ എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. 10 മിനിറ്റോളം എടുത്തു എല്ലാം കഴിയാൻ. 2 അടി പിന്നോട്ട് മാറിന്ന് അവൻ അവളെയും നോക്കി. കൊള്ളാം, നന്നായി ചേരുന്നുണ്ട്. സാരി ഉടുപ്പിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞെങ്കിൽ കിഷോർ അത് കേട്ടു. ഉണ്ട്, എനിക്ക് പച്ചക്കറി കട തുടങ്ങും മുമ്പ് ഇതായിരുന്നു പണി. മൂടിയൊന്ന് ചീകിട്ട് ഇറങ്ങാൻ നോക്ക്. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അർച്ചനയൊന്ന് ചിരിച്ചു. ശ്വേതേച്ചി പറഞ്ഞ് ശരിയാണ്, എല്ലാം മാറി വരുന്നുണ്ട്. പക്ഷേ ഉള്ളിലൊരു ഭയം. സ്നേഹിച്ച് തുടങ്ങിയിട്ട് ഒടുക്കം വേദനിക്കേണ്ടി വരുമെന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ. വീട് പൂട്ടി ഇറങ്ങും മുമ്പ് അവൾ ബാലിനെയും കൗസല്യയും വിളിച്ച് അനുവാദം വാങ്ങി. കിഷോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അതിൽ കയറി. നേരെ പോയത് അവൻ്റെ വെജിറ്റബിൾ ഷോപ്പിലേക്കായിരുന്നു. നല്ല തിരക്കുണ്ട്. ജോലിക്കാർ അവളെ കണ്ട് ബഹുമാനത്തോടെ ചിരിച്ചു. അവർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അടുത്തതായി പോയത് കുറച്ചകലെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. എന്താ കഴിക്കാൻ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്ത് അവൻ അർച്ചനയെ നോക്കി. നിന്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? കുറച്ച് നാളായാലും അവരൊക്കെ കണ്ടിട്ട്. അവൾ സന്തോഷത്തോടെ തലയാട്ടി. ഒരുപാട് കൊതിച്ചാണ് അച്ഛനെയും ജാനിമോളെയും കാണാൻ. അടുത്ത ഞായറാഴ്ച അനുവാദം വാങ്ങി അവിടേക്ക് പോകണമെന്ന് ഇന്നലെ ആലോചിച്ചതാണ്. അവൾക്ക് കിഷോറിനോട് അതിരറ്റ സ്നേഹവും ബഹുമാനവും തോന്നി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ പോയത് പാർക്കിലേക്കാണ്. ചെടിപ്പടർപ്പുകൾക്ക് താഴെയുള്ള ബെഞ്ചിൽ 2 പേരും ഇരുന്നു. നിനക്കെന്നോട് വെറുപ്പുണ്ടോ? മുഖവരെയൊന്നും കൂടെ ആ കിഷോർ ചോദിച്ചു. പഴയ പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് നിന്നെ അവഗണിക്കുന്നുണ്ട്. അവൾ കിഷോറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആര് പറഞ്ഞു എന്നെ അവഗണിക്കുന്നുവെന്ന്? എൻ്റെ എല്ലാ കാര്യങ്ങളും കിഷോറിനും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കൂടാതെ അച്ഛനും അമ്മയും ശ്വേതേച്ചിയും പ്രജേട്ടനും എല്ലാവരും കൂടെയുണ്ട്. ഞാൻ ഹാപ്പിയാണ്. കോളേജ് സ്റ്റുഡൻസും തോന്നിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും അവരിരുന്നതിൻ്റെ എതിർവശം ഇരിപ്പുണ്ട്. കമിതാക്കളാണെന്ന് കണ്ടാലറിയാം. ആ പെൺകുട്ടിയുടെ മുഖത്ത് ചെറിയ പരിഭ്രമമുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പഠിക്കുന്ന കാലം തൊട്ടറിയാമെങ്കിലും ഞാനും ശ്രീകുട്ടി ഇഷ്ടത്തിലാവുന്നത് പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. കിഷോർ പിന്നിലേക്ക് ചാഞ്ഞിരുന്ന കൈകൾ മാറിൽ കെട്ടി. അന്ന് ഞാൻ പാതി തൊഴിൽ രഹിതനായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്ഥിര വരുമാനമല്ല. നല്ലൊരു ജോലി തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചിലവിന് കാശുണ്ടാക്കാൻ പ്രജിയും ഞാനും പല പണികൾക്കും പോകും.
സ്ത്രീകുട്ടിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെയിൻറ്റിങ്ങിന് പോയപ്പോഴാണ് അവളെ വീണ്ടും കണ്ടത്. പഴയ പരിചയം പുതുക്കി, പിന്നെ അത് സൗഹൃദമായി, ഒടുവിൽ പ്രണയവും. ഒന്നു ചേരാൻ ബുദ്ധിമുട്ടാണെന്ന് രണ്ടുപേർക്ക് അറിയായിരുന്നെങ്കിലും ആ സമയത്ത് അതൊന്നും ചിന്തിച്ചില്ല. വലിയൊരു തറവാട്ടിലെ കുട്ടിയാ. അവരെ അപേക്ഷിച്ച് താഴ്ന്ന ജാതിക്കാരനായി എനിക്ക് അവളെ കെട്ടിച്ചേരുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് അതൊന്നും കാര്യമാക്കിയില്ല. എനിക്ക് അവളെല്ലാത്തിലും നല്ല സപ്പോർട്ടായിരുന്നു. നല്ലൊരു ജോലി കണ്ടെത്താൻ അവളും പ്രയത്നിച്ചു. ഒരു ഡാൻസ് സ്കൂളിലായിരുന്നു അവൾക്ക് ജോലി. അവളുടെ എല്ലാ കൂട്ടുകാരോടും എനിക്കൊരു ജോലിക്ക് വേണ്ടി അവൾ കെഞ്ചെന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. നല്ലൊരു നിലയിലെത്തിയ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാനൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു കട, ടൗണിലൊന്നുമല്ല, നമ്മുടെ തൊട്ടടുത്ത കവലയിൽ. പ്രജിയുടെ ഒരു ബന്ധു വഴി ഖത്തറിലേക്ക് ഒരു വിസ കിട്ടി ഞാൻ പോയി. ആ സമയത്ത് അവൾ കല്യാണാലോചനകൾ തുടങ്ങി. എനിക്ക് വേണ്ടി പരമാവധി അവൾ പിടിച്ചെന്നു. മകൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കിട്ടാൻ വേണ്ടിയാണ് തനിക്ക് ഓഹരി കിട്ടിയ സ്ഥലം വിറ്റതും വർഷങ്ങളായി ചേർത്ത് വെച്ച കാശെടുത്തും അച്ഛന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. പക്ഷേ എല്ലാം വിഫലമായി. കിഷോർ നെടുവീർപ്പെട്ടു. ഞങ്ങളുടെ ബന്ധം അവിടെ വീട്ടിലറിഞ്ഞു. അവിടെ അച്ഛൻ നേരത്തെ മരിച്ചതാ. അമ്മയും മാമന്മാരുമാ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. അവരൊരിക്കലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി അച്ഛൻ പെണ്ണി ഒതിക്കാൻ പോയതാ. തല്ലിയില്ലെന്നേ ഉള്ളൂ. ആ പാവത്തിന് എല്ലാവരും ചേർന്ന് ആട്ടിറക്കി വിട്ടു. ഞാൻ നാട്ടിലെത്തിയപ്പോഴേക്കും വേറെ വിവാഹം അവൾക്ക് നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടതാ. പക്ഷേ അച്ഛനില്ലാത്ത കുറവറിയിക്കാതെ വളർത്തി വലുതാക്കി അമ്മയെ വേദനിപ്പിച്ചു വന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവൾ എതിർത്തു. അങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ അവിടെ മരിച്ചു. സ്ത്രീകളെ അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ആ നിറഞ്ഞ കണ്ണുകളിൽ അർച്ചനയ്ക്ക് കാണാമായിരുന്നു. എനിക്ക് അവളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ആയിരിക്കില്ലേ അവൾക്ക് അവളുടെ വീട്ടുകാരും. ശ്വേതയും പ്രജിയും എപ്പോഴും ചോദിക്കും, ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും പിന്നെന്തിനാ ഈ പണിക്ക് നിന്നെന്ന്. അതിന് മാത്രം എനിക്കൊരു ഉത്തരവില്ല. ഇതെല്ലാം ഭൂതകാരണമെന്നറിയാം. ഇനിയൊന്നും തിരിച്ചു കിട്ടിയില്ല. അവളെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പൂർണ്ണമായി അവളെ മനസ്സിൽ നിന്ന് നടത്തി മാറ്റി നിന്നെ സ്നേഹിക്കുന്നതാണ് നല്ലതെന്ന് കരുതിയാൽ കുറച്ച് അകലം വെച്ച്. അല്ലാതെ നിന്നോട് ദേഷ്യ വെറുപ്പൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കിഷോറേട്ടാ. എന്നെ കൂടി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. കിഷോർ പതിയെ അവളുടെ കൈ പിടിച്ച് തൻ്റെ മടിയിൽ വെച്ച് അരുമയായി തലോടി. വേറൊന്നും ചെയ്യണ്ട, എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി. നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കുകയാണെന്നൊരു കുറ്റബോധം എനിക്കുണ്ട്. ഒരിക്കലുമില്ല. 2 അറ്റാക്ക് കഴിഞ്ഞ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം വിവാഹത്തിന് സമ്മതിച്ച മകളാണ് ഞാൻ. ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ജാനിയുടെ അച്ഛൻ്റെയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ഇതേപ്പറ്റി ചിന്തിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ലെന്നാണ് സത്യം. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു. കിഷോറേട്ടനെ വഞ്ചിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ? അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ കിഷോറിന് ആശ്വാസം തോന്നി. മനസ്സിലെ ഭാരമെല്ലാം ഇറങ്ങിയതുപോലെ. പോവാം. അവൾ തലയാട്ടി. ടൗണിലെ ബേക്കറിയിൽ നിന്ന് കുറേ പലഹാരങ്ങൾ വാങ്ങി. ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി ജാനിക്കും കൃഷ്ണനും ഡ്രസ്സുകളും എടുത്തു. ബൈക്ക് അവളുടെ വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കെ കിഷോർ ഒരുപാട് സംസാരിച്ചു തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്. ബൈക്ക് മാറ്റിയൊരു കാറ് വാങ്ങണം, മറ്റൊരു വെജിറ്റബിൾ ഷോപ്പ് കൂടി തുറക്കാനുള്ള പ്ലാനുണ്ട്, അതിനായി കടമുറി പലതും നോക്കണം, അങ്ങനെ പലതും. അർച്ചനയെല്ലാം താല്പര്യത്തോടെ കേട്ടിരുന്നു. അവൻ പറഞ്ഞതിൽ അവൾക്ക് ഏറ്റവും സന്തോഷം നൽകിയത് ശ്വേത ചെന്നൈയിലെ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് വരുന്നുണ്ടെന്നതാണ്. അവൻ്റെ കടയുടെ അടുത്തൊരു ഗിഫ്റ്റ് ഷോപ്പ് തുടങ്ങാനാണ് പരിപാടി. അങ്ങനെ പലതും സംസാരിച്ചുകൊണ്ട് അവർ അവളുടെ വീട്ടിലെത്തി. കൃഷ്ണൻ മുറ്റത്തെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ അയാൾ ആഹ്ലാദത്തോടെ അടുത്തു വന്നു. ആഹാ, മക്കളെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ ടൗൺ വരെ വന്നാ. അപ്പം ഇവിടെ നിന്ന് കയറിയിട്ട് പോകാന്ന് വെച്ചു. ജാനിയുടെ അച്ഛാ? അകത്തുണ്ട്, എന്തോ എഴുതുവാ. അർച്ചന അകത്തേക്ക് നടന്നു. കിഷോർ കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ട് വരാന്തയിലിരുന്നു. ജനനി നിലത്തിരുന്ന് എന്തോ എഴുതുകയാണ്. കാൽപ്പെരുമാറ്റം കേട്ട് തലയുയർത്തി നോക്കി അവൾ അർച്ചനയെ കണ്ടു. അച്ചൂമേ എന്നൊരു വിളിയോടെ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അർച്ചനയുടെ നെഞ്ച് പിടഞ്ഞു. ജനനി വല്ലാതെ മെലിഞ്ഞു പോയിരുന്നു. മുഖമൊക്കെ കരുവാളിച്ചെന്തോ അസുഖം വന്ന പോലെ. അവൾ നിലത്തിരുന്ന് ജനിയെ മടിയിലിരുത്തി. എന്തു പറ്റിയാണ് അച്ചൂമ്മയുടെ സുന്ദരിക്കുട്ടിക്ക്? ഒന്നും കഴിക്കാറില്ലേ? എന്തു കൊടുത്താലും അവൾക്ക് വേണ്ട. എനിക്കാണെങ്കിൽ പിന്നാലെ നടക്കാനുള്ള ആരോഗ്യമില്ല. ഒരു പിടി ചോറ് കൊടുത്താൽ അത് മുന്നിൽ വെച്ച് മണിക്കൂറോളം ഇരിക്കും. എൻ്റെ കണ്ണ് തെറ്റി അതെടുത്ത് കളയും. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? വാതിൽക്കൽ നിന്ന് കൃഷ്ണൻ പറഞ്ഞു. നേരാണ് ജാനി, നീ അപ്പൂപ്പ പറഞ്ഞ് അനുസരിക്കാറില്ലേ? അർച്ചന കണ്ണുരുട്ടി. എനിക്ക് വേണ്ടാഞ്ഞിട്ട് അച്ചൂമ്മേ. അപ്പൂപ്പന് എപ്പോഴും ഒരേ കറിയാ തരിക. അപ്പൂപ്പന് വയ്യാഞ്ഞിട്ടല്ലേ മോളെ? എന്നാ അച്ചൂമ്മ ഇവിടെ നിൽക്ക്, എങ്ങോട്ടും പോണ്ട. ആ കുഞ്ഞുമുഖത്തെ ഭാവം കണ്ടപ്പോൾ അർച്ചനയ്ക്ക് വല്ലാത്ത നൊമ്പര അനുഭവപ്പെട്ടു. കൊണ്ടുവന്ന കവർ തുറന്നൊരു ചോക്ലേറ്റ് പൊളിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. മോളെ, കിഷോറിനൊരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കുവോ? എൻ്റെ ദേഹം അപ്പടി വിയർപ്പാ, ഒന്ന് കുളിക്കട്ടെ. ലോട്ടറി വിൽപ്പനയാണ് കൃഷ്ണന്റെ ജോലി. ആദ്യമൊക്കെ നടന്നിട്ടായിരുന്നു. ആരോഗ്യം മോശമായപ്പോൾ കവലയിലെ പരിചയക്കാരൻ്റെ കടയുടെ മൂലയിലാക്കി. അർച്ചന ചായ ഇട്ടുകൊണ്ടിരിക്കെ കിഷോർ അങ്ങോട്ട് വന്നു. ജനനി അവൻ എടുത്തിട്ടുണ്ട്.
ഇവളാകെ കോലം കിട്ടുപോയല്ലോ. അത് തന്നെയാ കിഷോറേട്ടൻ ഞാനും പറയുന്നത്. ഒന്നും കഴിക്കാറില്ലാത്തേ. അച്ഛൻ എത്രയാന്ന് വെച്ചാ? കുഞ്ഞല്ലേ, സാരമില്ല. ഇനി ജാനിമോൾ നല്ല കുട്ടിയാവും അല്ലേ? ജനനി തെല്ലൊരു നാണത്തോടെ തലയാട്ടി. കിഷോർ ആദ്യമായിട്ടാണ് അവൾ എടുക്കുന്നത്. ഇതിനു മുമ്പ് വന്നപ്പോൾ ഗൗരവത്തിലിരുന്നതേയുള്ളൂ. കൃഷ്ണനോട് പോലും കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അർച്ചനയുടെ മനസ്സ് നിറഞ്ഞു. അവൾ അടുക്കള കയറി നോക്കി. കാര്യമായ സാധനങ്ങളൊന്നുമില്ല. അവൾ കിഷോറിൻ്റെ അടുത്ത് നിന്നു. എനിക്കൊരു 100 രൂപ തരുമോ? മടിയോട് അവൾ ചോദിച്ചു. രാത്രിയിലേക്ക് ഒരു 2 പേർക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കി വെക്കാനാ. ഇവിടെ ഒന്നും ഇരിപ്പില്ല. എന്താ വേണ്ട? ആ കവലയിൽ വൈകിട്ട് മീൻ വിൽപ്പന ഉണ്ടാവും. കിഷോർ ഒന്നും മിണ്ടാ പുറത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് വന്ന്. വലിയൊരു സഞ്ചി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ജനനിയുടെ കൂടെ മുറ്റത്ത് കളിക്കുകയായിരുന്ന അർച്ചന ഓടിച്ചെന്നത് വാങ്ങി. എന്തിനാ മോനെ ഇതൊക്കെ? കൃഷ്ണൻ്റെ വല്ലായ്മയോടെ പറഞ്ഞു. അതിനെന്താ, ഞാൻ അന്യനൊന്നല്ലല്ലോ. രാത്രി എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഉണ്ടാക്കണ്ടേ? അത്താഴം കഴിച്ചിട്ടാണ് കിഷോറേട്ട പോകുന്നേ? അർച്ചന ചോദിച്ചു. അല്ല, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അവൾക്കൊന്നും മനസ്സിലായില്ല. നമ്മളിന്നിവിടെ കൂടുക. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കൂടെ താമസിക്കാൻ? ഒന്ന് ചിരിച്ചിട്ട് അവൻ ജാനിമോളെ ബൈക്കിൽ കയറ്റി ഇരുത്തി. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിക്കോ. വല്ല വേണമെങ്കിൽ വിളിച്ചാൽ മതി. ബൈക്ക് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ അർച്ചനയ്ക്കൊന്നും കാണാൻ പറ്റിയില്ല. കാരണം കണ്ണുനീരിൻ്റെ ഒരു പാളി അവളുടെ കാഴ്ച തടസ്സപ്പെടുത്തിയിരുന്നു. രാത്രി 7:30 മണിയോളമായി കിഷോർ ജന്നിയെയും കൊണ്ട് വരുമ്പോൾ ഒരു കവർ നിറയെ കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. കാശ് വെറുതെ കളയാല്ലേ? കൃഷ്ണൻ ശാസ്ത്രം നിറഞ്ഞ നോട്ടത്തോടെ അവനോട് ചോദിച്ചു. ഇവൾക്ക് ഞാനല്ലാതെ വേറെ ആരതൊക്കെ വാങ്ങിക്കൊടുക്കുക. എൻ്റെ ഒരു സന്തോഷം. കിഷോർ പുഞ്ചിരിച്ചു. പിന്നെ അകത്ത് കയറി. അർച്ചന അടുക്കളയിലെ ജോലിയൊക്കെ ഏകദേശം തീർത്തിരുന്നു. കിഷോർ അങ്ങോട്ടേക്ക് ചെന്നു. എനിക്കൊന്ന് കുളിക്കണമല്ലോ. അപ്പോഴാണ് അവളൊരു കാര്യം ഓർത്ത്. കിഷോറിന് കുളിച്ചു മാറാൻ ഡ്രസ്സൊന്നും ഇവിടെ ഇരിപ്പില്ല. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, കിഷോറിന് ഇട്ടാൻ ഡ്രസ്സ് നിന്റെ അച്ഛനെ ഉണ്ടാവില്ലേ? അയ്യേ. എന്താ അയ്യേ? പോയി എടുത്തോണ്ട് പാടി. അവൾ മുറിയിൽ ചെന്നൊരു കൈലിയും ഷർട്ട് എടുത്ത് അവന് നൽകി. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞപ്പോഴേക്കും അവൻ കുളിമുറിയിൽ നിന്നും പുറത്തിറങ്ങി. അച്ഛൻ്റെ ഷർട്ട് അവൻ ധരിച്ചേണ്ട അവൾക്ക് ചിരി പൊട്ടി. കൃഷ്ണൻ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഷർട്ട് കിഷോറിന് ഇറുകിയതായിരുന്നു. നീ എന്താടി കിണിക്കുന്നേ? ഇപ്പൊ ബംഗാളിയെ പോലെയുണ്ട്. ബംഗാളി നിന്റെ അച്ഛൻ. നീ കുളിക്കുന്നുണ്ടെങ്കിൽ ചെല്ല്. എന്നിട്ട് ഫുഡ് എടുത്ത് വെക്ക്. നന്നായിട്ട് വശക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ മേല് കഴുകി വന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ജനനിമോൾ കഴിക്കുന്നുണ്ടപ്പോൾ അർച്ചനയ്ക്ക് സങ്കടം തോന്നി. ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കിട്ടിയപ്പോൾ ആ കുരുന്ന് ആർത്തിയോടെ കഴിക്കുകയാണ്. അവൾക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കാൻ അച്ഛനെ കൊണ്ട് പറ്റുന്നുമില്ല. കിഷോർ അവിടെ അടുത്തിരുന്ന് ഫ്രൈ ചെയ്ത മീൻ മുള്ളുകൾ മാറ്റി അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. മതി കൊച്ചാ. വയറ് നിറഞ്ഞ സംതൃപ്തിയിൽ നന്ദിയോടെ അവനെ നോക്കി ജനനി പറഞ്ഞു. നീ എന്താ വിളിച്ച്? കൃഷ്ണൻ അത്ഭുതത്തോടെ ചോദിച്ചു. കൊച്ചാന്ന് ഞാൻ പറഞ്ഞിട്ടാ. കിഷോർ ഇടങ്ങായി കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ജനനിയോട് സ്നേഹം കാട്ടാൻ വൈകിപ്പോയി എന്നൊരു വിഷമം അവനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പുറത്തായി അല്ലേ? അർച്ചന പരിഭവിച്ചു. അത്താഴം കഴിച്ചു കഴിഞ്ഞ് 4 പേര് ഉമ്മറത്തിരുന്ന് കുറേ നേരം സംസാരിച്ചു. അർച്ചന അതിനൊരു ഫോൺ എടുത്ത് കൗസല്യെ വിളിച്ചു. അമ്മ അത്താഴം കഴിച്ചോ? കഴിച്ചു മോളെ. അച്ഛനോ? കഴിച്ച് മുറ്റത്ത് നടക്കുക. നീയോ? ഞങ്ങളും കഴിച്ചു. അവർക്കൊക്കെ സന്തോഷമായി കാണുമല്ലേ? ഒരുപാട്. നാളെ ഉച്ചയാകുമ്പോൾ വരില്ലേ? നീ ഇല്ലായിട്ട് എന്തോ പോലെയാ മോളെ. അവരുടെ സ്നേഹം അർച്ചനയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, അച്ഛനെന്തോ സംസാരിക്കാനുണ്ട്, ഞാൻ കൊടുക്കാം. മോളെ, ബാലന്റെ വിളി. ആ, അച്ഛൻ കടയിൽ നേരത്തെ വന്നോ? വന്ന് കുളിച്ച് അത്താഴം കഴിഞ്ഞു. പിന്നെ നിന്റെ അച്ഛൻ കുറച്ച് മാവിൻ തൈ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വരുമ്പോൾ അത് എടുക്കാൻ മറക്കരുത്. നമുക്കിവിടെ നടാന്നേ. നാളില്ലേ മനുഷ്യ നിങ്ങൾക്ക്? അവരതൊക്കെ എടുത്ത് ബൈക്കിൽ എങ്ങനെ വരാനാ? കൗസല്യ ദേഷ്യപ്പെടുന്നവൾ കേട്ടു. എടി, മാവിന്റെ തൈ കൊണ്ടുവരാനല്ലേ പറഞ്ഞ്, അല്ലാതെ തടിയല്ലല്ലോ. നീ അവരുടെ വീട്ടിലെ മാങ്ങ കഴിച്ചിട്ടുണ്ടോ? എന്തൊരു രുചിയാന്നോ. ഞാൻ കൊണ്ടുവരാച്ചാ. അർച്ചന സമാധാനിപ്പിച്ചു. കുറച്ചു നേരം കൂടി സംസാരിച്ച് അവൾ ഫോൺ വെച്ചു. രാത്രിയുള്ള മെഡിസിനും കഴിച്ച് കൃഷ്ണൻ ഉറങ്ങാൻ പോയി. ജനനിയെ ഉറക്കി കിടത്തിയ ശേഷം അവൾ വീണ്ടും ഉമ്മറത്തേക്ക് വന്നു. കിഷോർ മൊബൈൽ നോക്കിയിരിക്കുകയാണ്. ഉറക്കം വരുന്നുണ്ട് കിഷോറേട്ടന്? ഇല്ല. ജാനി ഉറങ്ങിയോ? പാവം, അവിടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നിന്റെ ചേച്ചിയുടെ ഭർത്താവും വീട്ടുകാർ എത്ര ദുഷ്ടന്മാരാ. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവർക്ക് എങ്ങനെ തോന്നി? ഒരിക്കൽ പോലും അവർ കാണാൻ വന്നില്ലേ? അർച്ചന മറുപടിയൊന്നും പറയാതെ തലകുനിച്ചു. കിഷോർ എഴുന്നേറ്റ് അവൾക്കരികിലിരുന്നു. സോറി, പറയാൻ ഇഷ്ടമില്ലാത്താണെങ്കിൽ എനിക്കറിയണ്ട. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും വേണ്ട, നിനക്ക് എന്ന് തോന്നുന്നു അന്ന് പറഞ്ഞാൽ മതി. അവൻ്റെ ഫോൺ റിങ് ചെയ്തു. പ്രജിത്തായിരുന്നു. കെട്ടിയവനും കെട്ടികളും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ പോയെന്നൊക്കെ അറിഞ്ഞു. ഓവ്, ആഘോഷിച്ചോണ്ടിരിക്കുക. നീ എവിടെയാടാ? നമ്മളെവിടെ പോകാനാ? നാട്ടിൽ തന്നെ ഉണ്ട്, വായനശാലയിൽ. രാത്രിക്ക് അവിടെ എന്താ പരിപാടി? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് 2 അടിക്കാൻ പ്ലാൻ ഇട്ടതാ. ഒരബദ്ധം പറ്റി. കൂടുതലന്മാർ തലയിലെന്നേ ഉള്ളൂ. 3 തലമുറയെ തെറി വിളിച്ചു.
അത് പതിവാണല്ലോ. ഇന്നെന്താ പ്രശ്നം? എടാ ഷെയർ ഇട്ട് കുപ്പി വാങ്ങാൻ ഞാനും ഉണ്ണിയും സനവും ബീറേജിൽ പോയി. അവിടത്തെ ഇപ്പം അടക്കാറായിരുന്നു. കെഞ്ചി കാലുപിടിച്ച് കുപ്പി വാങ്ങിൻ്റെ അരയിൽ വെച്ചു. ലുങ്കിയ കൊടുത്തിരുന്നു. തിരിച്ചു വരുന്നേരം പോലീസ് ചെക്കിങ്. 3 പേര് ബൈക്ക് വരുന്നാണ്ട് പെറ്റി ഉറപ്പാ. ഏറ്റവും പുറകിൽ നിന്ന് എന്നോട് ഇറങ്ങിയെടുക്കാൻ പറഞ്ഞു. ഉണ്ണിയെ കുറച്ചപ്പുറം കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ കൂട്ടാന്ന്. അപ്പോഴാടാ കുപ്പി നിലത്ത് വീണ് പൊട്ടിയത്. അതെങ്ങനെ? വീഴുമ്പോ താങ്ങാൻ അടിയിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ. കിഷോർ ഉറക്കെ ചിരിച്ചു. എന്നിട്ടെന്താ? വേറെ കുപ്പി വാങ്ങാൻ പൈസ ഇല്ല. ആരുടെയെങ്കിലും കടം മേടിച്ച് വാങ്ങാന്ന് വെച്ചാൽ ബീവറേജ് അടക്കുകയും ചെയ്തു. അന്നേരം തൊട്ട് തുടങ്ങിയ ചീത്ത വിളിയാ. അവർക്കും മടുക്കും വരെ. ഇപ്പൊ തൊണ്ട വരണ്ടപ്പം നിർത്തിയതാ. ബാക്കി നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പോഴും സ്വതന്ത്രനായിട്ടാണോ നടപ്പ്? പണിയെടുത്ത് കാശുണ്ടാക്കുന്നുണ്ടല്ലോ. 2 ജെട്ടി വാങ്ങിക്കൂടാ നിനക്ക്? ഹൈഷ്, എനിക്കത് അലർജിയാ. ചത്ത് കളിക്കുന്നതിനാടാ കൂട്. അത്യാവശ്യത്തിന് മാത്രമേ ഞാനത് ഉപയോഗിക്കൂ. ഇത് രാത്രിയാണല്ലോ, പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഇങ്ങനൊരു അപകടം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ 2 ഇട്ടേനെ. സാറില്ല, പോയത് പോയി. ഇന്ന് കുടിക്കാൻ യോഗല്ല. അതോട്ടെ, അച്ചു ഉറങ്ങിയോ? ഇല്ല, ഇവിടെ അടുത്തിരുന്ന് ചിരിക്കുന്നുണ്ട്. ഫോൺ ലൗഡ് സ്പീക്കറില്ല. എടാ പൊട്ടി, എന്നോട് ചതി വേണ്ടായിരുന്നു. പ്രജിത്ത് ഫോൺ കട്ട് ചെയ്തു. അർച്ചന വാപൂത്തി ചിരിക്കുകയാണ്. ഇനി 2 ദിവസത്തേക്ക് അവനെ നോക്കണ്ട. നിന്റെ മുമ്പിൽ നിൽക്കാൻ അവന് നാണുണ്ടോ? ഞാൻ കേട്ടൊന്ന് പറയണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും അവൻ്റെ ആ സ്വഭാവം മാറട്ടെ. ഇനി മേൽ അണ്ടർവെയറുടെ പുറത്തിറങ്ങരുത്. കിഷോർ എഴുന്നേറ്റു. വാ ഉറങ്ങാം, നേരെ ഒരുപാടായി. മുൻവശത്തെയും പിറകിലെയും വാതിലുകൾ അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അർച്ചന മുറിയിലേക്ക് വന്നപ്പോഴേക്കും കിഷോർ കട്ടിൽ കയറി കിടന്നിരുന്നു. അവളൊന്ന് പരിങ്ങി നിന്നു. വളരെ ചെറിയ കട്ടിലാണത്. കിഷോറിന്റെ വീട്ടിലുള്ളതിന്റെ പാതി വലിപ്പം പോലുമില്ല. അടുത്ത് കിടന്നാൽ അവന് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം. അകൽച്ച കുറഞ്ഞിട്ടും എന്തോ ഒരു ഭയവുമുണ്ട്. നിലത്ത് കിടന്നാലോ എന്നവളൊരു നിമിഷം ആലോചിച്ചു. കിടക്കുന്നില്ലേ? ചുമന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവൾക്ക് സ്ഥലം ഒരുക്കി അവൻ ചോദിച്ചു. അനുസരിക്കുകയെ നിവൃത്തിയുള്ളൂ. ഹൃദയം പെരുമ്പറ മുഴക്കുന്നു. അവൾ കഥ കടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് പതിയെ വന്ന് കിടന്നു. ശ്വേത നിന്നെ വിളിച്ചായിരുന്നോ? ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു. നീ അവൾ നല്ല കൂട്ടല്ലേ? ഒരു കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുക. എത്ര കാലം ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയും? ഞങ്ങൾ കുറേ പറയുന്നു, കേൾക്കുന്നില്ല. ഞാൻ ചോദിച്ചതാ, മനസ്സിനെ പിടിച്ച് ആരെങ്കിലും കാണട്ടെ, അപ്പം ആലോചിക്കാന്നാ പറഞ്ഞ്. സംസാരിച്ച് അവളെ തോൽപ്പിക്കാൻ പറ്റില്ല. കിഷോറേട്ടാ, ശ്രീല ചേച്ചി ഇപ്പം എവിടെയാ? തിരുവനന്തപുരം. അവളുടെ ഹസ്ബൻഡ് അവിടെ സിവിൽ എഞ്ചിനീയറാ. ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ ശേഷം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ശ്രമിച്ചിട്ടില്ല എന്നാണ് സത്യം. ശരിക്കും ആ ചേച്ചി എത്ര ലക്കിയ. പിരിഞ്ഞിട്ട് ഇപ്പോഴും കിഷോറേട്ടനെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആഴത്തിലുള്ള ബന്ധമായിരുന്നിരിക്കും. ഞാൻ അവളിപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞ്? കിഷോർ ദേഷ്യപ്പെട്ടു. അവളൊന്നും മിണ്ടിയില്ല. മറക്കാൻ ശ്രമിക്കുക ഞാൻ. നീയായിട്ട് ഓർമ്മിപ്പിക്കാതിരുന്നാൽ മതി. അതുകൊണ്ടല്ല, ഏതെങ്കിലും എൻ്റെ സ്ഥാനത്ത് ആ ചേച്ചിയായിരുന്നെങ്കിൽ എത്ര നന്നായിനെന്ന് കിഷോറേട്ടൻ ചിന്തിച്ചു പോയാൽ പിന്നെ ഞാൻ ഈ താലി അണിഞ്ഞ് നടക്കുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. അവളുടെ ശബ്ദമിടറി. കിഷോർ അവളുടെ നേരെ ചെരിഞ്ഞു കിടന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ താരതമ്യം ചെയ്യില്ല. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു സാധാരണ പെണ്ണ. വലിയ പഠിപ്പും വിവരമൊന്നുമില്ല, പ്രത്യേകിച്ച് കഴിവുകളുമില്ല. ഈ ചെറിയ വീട് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് മാത്രമായിരുന്നു എൻ്റെ ലോകം. കിഷോർ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു. മുറിയിലേക്ക് അരിച്ചിറങ്ങുന്ന നേരിയ നിലാവെളിച്ചത്തിൽ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവൻ കണ്ടു. പതിയെ തലയുയർത്തി അവൻ അർച്ചനയുടെ നെറ്റിയിൽ അധരങ്ങൾ അമർത്തി. ഭർത്താവിൻ്റെ ആദ്യ ചുംബനം. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ ഈറൻ മിഴികൾക്ക് മേലെയും കവിളിലും അവൻ ഉമ്മ വെച്ചു. പിന്നെ മലർന്നു കിടന്ന അവളുടെ ശിരസ് തന്നെ നെഞ്ചിലേക്ക് എടുത്തു വെച്ചു. അച്ചു, എന്തോ? ഞാൻ സ്വയം മാറാൻ ശ്രമിക്കുക. അതിന് നീ കൂടെ ഉണ്ടാവണം എന്നും. മറുപടി ഉണ്ടായില്ല. പക്ഷെ അവളുടെ ശരീരം വിറക്കുന്ന കണ്ടപ്പോൾ നിശബ്ദമായി കരയുകയാണെന്ന് അവന് മനസ്സിലായി. പിന്നെയൊന്നും സംസാരിക്കാൻ നിന്നില്ല. അവളുടെ മുടിയിലൂടെ അരുമയായി തഴുകിക്കൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. രാവിലെ ആദ്യം ഉണർന്ന അർച്ചനയാണ്. താൻ അപ്പോഴും കിഷോറിന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി. അവൻ നല്ല ഉറക്കത്തിലാണ്. തന്നെ ചുറ്റിപ്പിടിച്ച കൈ പതിയെടുത്ത് മാറ്റി അവൾ എഴുന്നേറ്റു. ഒരു നിമിഷം അവനെ നോക്കിയെന്ന ശേഷം അടുക്കളയിലേക്ക് നടന്നു. തലേന്ന് കിഷോർ കൊണ്ടുവന്ന സഞ്ചി തുറന്ന് പുട്ടുപൊടി പുറത്തെടുത്ത് വെച്ചു. പിന്നെ പച്ചക്കറികളും പുട്ടും വെജിറ്റബിൾ കുറുമയും തയ്യാറാക്കി. രാത്രിയിലെ ചിക്കൻ കറി ചൂടാക്കിയും വെച്ചു. അതിനുശേഷം പോയി കുളിച്ചു വന്നപ്പോഴേക്കും കിഷോർ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. കിഷോറിന് രാവിലെ പത്രം വായിക്കുന്ന ശീലമുണ്ടല്ലേ? ഇവിടെ വരുത്താറില്ല. മുടിയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ചുകൊണ്ടവൾ പറഞ്ഞു. സാറില്ല, ജാനി എഴുന്നേറ്റില്ലേ? ഇല്ല, നമ്മളിവിടെ ഉള്ളതുകൊണ്ടെന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന് ഇന്നലെ രാത്രിയിൽ അവൾ പറഞ്ഞിരുന്നു. മിക്കവാറും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. എന്നെക്കാൾ ഇപ്പം അടുപ്പം കിഷോറുടേനോടാ. നോക്കാം. നിന്റെ അച്ഛനോ? എഴുന്നേറ്റ് പറമ്പിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ അവിടുന്ന് അച്ഛൻ വിളിച്ചപ്പോൾ മാവിൻ തൈ വേണമെന്ന് പറഞ്ഞിരുന്നു. ആ, എല്ലായിടത്തും ഇതുപോലെ ഓരോന്ന് കൊണ്ടുവന്ന് നടും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. അമ്മയ്ക്കാ പണി കിട്ടുക. സാരില്ല, അച്ഛൻ്റെ ആഗ്രഹമല്ലേ. കിഷോർ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ ജനനി അവിടെ നിൽക്കുന്നുണ്ട്. മുഖത്ത് ഇന്നലത്തെ തെളിച്ചമില്ല, ഒരു വിഷാദം. ജാനിക്കുട്ടി, എന്തു പറ്റി? അവളെടുത്ത് കട്ടിലെത്തി അവൻ ചോദിച്ചു.
കൊച്ചച്ഛൻ ഇന്ന് പോവല്ലേ? പിന്നെ പോവാതെ, ഒരുപാട് ജോലിയില്ലേ? ഇനി എപ്പോഴാ കൊച്ചച്ഛൻ വരിക? അതൊക്കെ വരാം. മോള് പോയി പല്ല് തേച്ച് കുളിച്ചിട്ട് വാ. ചായ കുടിക്കണ്ടേ? അച്ചുമ്മയെ കൊണ്ടുപോകുന്നുണ്ടോ? ജാനിക്ക് വേണോ അച്ചുമ്മേ? എനിക്ക് രണ്ടാളെയും വേണം. കിഷോർ സിരിയോട് അവിടെ കവിളിൽ ഉമ്മവച്ചു. ആലോചിക്കാം, എന്നാലും പോയി കുളിക്ക്, എനിക്ക് വിശക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് പോയി. 10 മണിയോടെ അവർ തിരിച്ചു പോകാൻ തയ്യാറായി. അർച്ചനയെ സാരി ഉടുക്കാൻ സഹായിച്ച കിഷോറാണ്. ഇതൊരു ശീലാക്കണ്ട, പെട്ടെന്ന് പഠിച്ചോണം. എനിക്ക് സാരി ഇഷ്ടമല്ല. സാരി എടുത്താൽ നിന്നെ കാണാൻ കുറച്ച് പക്വത തോന്നിക്കുന്നുണ്ട്. വേറെ വല്ല ഡ്രസ്സ് വേണമെങ്കിൽ പോലീസ് പിടിക്കും. ശൈശവ വിവാഹം എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ കൊച്ചു കുഞ്ഞല്ലേ, കണ്ടാൽ അങ്ങനെ പറയൂ. അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും നിന്നെ തലയിൽ വെച്ച് കൊഞ്ചിക്കുന്നേ. അവൾ കോപത്തോടെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അവൻ പേഴ്സ് തുറന്ന് കുറച്ച് പണമെടുത്ത് അവൾക്ക് നീട്ടി. നിന്റെ അച്ഛനും കൊടുക്ക്, ഞാൻ കൊടുത്താൽ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. വേണ്ട, ശരിയാവില്ല. നീ ജോലിക്ക് പോയി നമുക്ക് കൊടുക്കാറുണ്ടായിരുന്നില്ലേ, പിന്നെന്താ? അതുപോലെയാണ് ഇത്. അതെ, കൂടുതൽ ഡയലോഗൊന്നും അടിക്കാൻ കൊണ്ടുകൊടുക്ക്. അവൻ മുറിയിൽ നിന്നിറങ്ങി ജന്നിയെ വിളിച്ചു. വരാന്തയിൽ വീർപ്പിച്ച മുഖമായിരിക്കായിരുന്നു ജനനി അകത്തേക്ക് വന്നു. ഇന്നലെ കൊച്ചച്ഛൻ കൊണ്ടുവന്ന കുപ്പായില്ലേ, അത് ഇട്ടിട്ട് വാ. എന്തിനാ? മോളല്ലേ പറഞ്ഞ് ഞങ്ങളെ രണ്ടാളെയും വേണമെന്ന്. അവൾ അതേ നിറത്തിൽ തലയാട്ടി. എന്നാ പിന്നെ പറഞ്ഞനുസരിക്ക്. ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ മുറിയിലേക്ക് ഓടി. അർച്ചന അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മിഴിച്ചു നിൽക്കാതെ മോൾക്ക് അത്യാവശ്യം വേണ്ടൊക്കെ എടുത്തു വെക്കടി, നേരം വൈകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കിഷോറേട്ടാ. അവൾ നമ്മുടെ കൂടെ വരുന്നു, നമ്മുടെ വീട്ടിലേക്ക്. ഇതിലെന്താ അത്ര മനസ്സിലാക്കാൻ? അവൻ പുഞ്ചിരിച്ചു. നീ ഞെട്ടണ്ട, ഞാനെടുത്ത തീരുമാനമല്ല, അച്ഛനും അമ്മയും പറഞ്ഞിട്ടാ. എന്നാലും അതൊന്നും ശരിയാവില്ല മോനെ, ആളുകൾ എന്ത് കരുതും? മാവിൻ തൈകൾ പ്ലാസ്റ്റിക് കവറിട്ട് നിലത്ത് വെച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചു. എന്ത് കരുതാൻ? പറയുന്നവരുടെ അടുത്തല്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ. പിന്നെ വേറൊന്നുകൂടി പറയാൻ പറഞ്ഞു. ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീയുടെ ജോലിക്ക് വരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പാചകവും വീട് വൃത്തിയാക്കലെല്ലാം അവർ ചെയ്തോളൂ. ഈ അസുഖങ്ങൾ കൊണ്ട് അച്ഛൻ അടുക്കളയിൽ പോകൊള്ളാൻ നിൽക്കണ്ട. ആരോഗ്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. പേടിക്കണ്ട, എനിക്കറിയാവുന്ന സ്ത്രീയാ. എൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന പയ്യൻ്റെ പെങ്ങളാ. അവൾക്ക് കാശൊന്നും കൊടുത്തേക്കരുത്, അതൊക്കെ ഞാൻ ചെയ്തോളാം. കൃഷ്ണൻ ദയനീയമായി അർച്ചനയെ നോക്കി. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. നിന്നോടല്ലടി പറഞ്ഞ മോളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ. അവൻ്റെ ശബ്ദമുയർന്നോടെ അവൾ മുറിയിലേക്ക് പോയി. അവൻ കൃഷ്ണൻ്റെ അടുത്തെത്തി കയ്യിൽ പിടിച്ചു. സഹതാപം കൊണ്ട് ചെയ്യുന്നതാണെന്ന് കരുതരുത്. ജാനിക്കൊരു സ്ത്രീയുടെ ശ്രദ്ധ ആവശ്യമാണ്. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. എൻ്റെ വീട്ടിലാണെങ്കിൽ അർച്ചനയും അമ്മയുണ്ടല്ലോ. എന്നാലും വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. ഇതൊക്കെ അച്ഛൻ പണ്ടേ പ്ലാൻ ചെയ്താണെന്ന് പറയാൻ പറഞ്ഞു. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തികച്ചും നിസ്സഹരാവുന്ന സമയത്ത് ദൈവം ആരുടെയെങ്കിലും രൂപത്തിൽ വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് അയാൾക്ക് തോന്നി. അമ്മ നഷ്ടപ്പെട്ട 2 പെൺകുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണെങ്കിൽ വളർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വയസ്സായി. അസുഖങ്ങൾ ശരീരത്തെ തളർത്തി. ഒരു 8 വയസ്സുകാരിയെ നോക്കാനുള്ള കഴിവ് തനിക്കില്ലല്ലോ എന്നോർത്ത് ഒരുപാട് രാത്രികൾ കരഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് ബാലൻ വാക്കെന്നാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാമെന്ന്. വെറുതെ പറഞ്ഞാണെന്ന് കരുതി ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതാ തന്റെ പഴയ കൂട്ടുകാരൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ജനനി പെട്ടെന്ന് റെഡിയായി. അർച്ചന അവിടെ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തു. എല്ലാം എടുത്ത് ബൈക്കിൽ പോകാൻ പറ്റില്ല. കൃഷ്ണൻ ജനനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മവച്ചു. ഇവര് പറയുന്നതൊക്കെ അനുസരിക്കണം, കുസൃതി കാട്ടരുത്. അർച്ചന പൈസ അയാളുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. യാത്ര പറഞ്ഞ് അവർ കയറിയ ബൈക്ക് ദൂരേക്ക് പോകുമ്പോൾ കൃഷ്ണൻ പ്രാർത്ഥിച്ചു. ഈശ്വര, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നും നല്ലത് മാത്രം വരുത്തണേ. മുറ്റത്ത് തന്റെ ബൈക്ക് കഴുകിയായിരുന്നു കിഷോർ. ജനി അവന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞു കയ്യിൽ സോപ്പിൽ മുക്കിയ തുണിയുമായി അവൾ അവനെ സഹായിക്കുകയാണ്. ബാലൻ രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരുന്നു. കിഷോറേട്ടാ, സമയം 9:30 ഒരു ഗ്ലാസ് ചായയുമായി അങ്ങോട്ട് വന്നുകൊണ്ട് അർച്ചന പറഞ്ഞു. അയ്യോ വൈകിയല്ലോ, നീ ഒന്ന് പിടിച്ചേ. അവൻ പൈപ്പ് അവിടെ നേരെ നീട്ടി. ധരിച്ചിരുന്ന ടോപ്പ് നനഞ്ഞു കുതിർന്നു. എന്ത് ഈ കാട്ടുന്ന്? ഞാൻ രാവിലെ കുളിച്ച് മാറ്റിയതാ. അർച്ചനയ്ക്ക് ദേഷ്യം വന്നു. അവൾ കിഷോറിന്റെ ദേഹത്തേക്കും വെള്ളം ചീറ്റി. അവളുടെ കയ്യിൽ നിന്ന് പൈപ്പ് വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ 2 പേരും അടിമുടി നനഞ്ഞു. ജനനി അത് കണ്ട് കൈകൊട്ടി ചിരിക്കുകയാണ്. എന്താ ഇത് പിള്ളേരെ, രണ്ടിനും ഒരു നാണമില്ലേ? ഒമ്മറത്തേക്ക് വന്നുകൊണ്ട് കൗസല്യ ചോദിച്ചു. അർച്ചന പെട്ടെന്ന് പൈപ്പ് നിലത്തിട്ടു. പോയി തലതോർത്ത് മോളെ, ജലദോഷം വരുത്തി വെക്കണ്ട. അവൾ അവരുടെ മുഖത്ത് നോക്കാതെ വേഗം അകത്തേക്ക് നടന്നു. മുകളിലെ ബെഡ്റൂമിൽ കയറി ഡ്രസ്സ് മാറി തലതൊടിച്ചുകൊണ്ടിരിക്കവേ കിഷോർ അവിടെ എത്തി. ഇടം കൈകൊണ്ട് അവിടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചു. വാടി, ബാക്കി കുളി ഇവിടെയാ. അയ്യടാ, തന്നെ തരാൻ കുളിച്ചാൽ മതി. അമ്മയുടെ മുന്നിൽ നാണം കിട്ടിയും പോരാ, കൊഞ്ചാൻ വന്നിരിക്കുന്നു. അവൾ കൈ വിടുവിച്ച് മാറി നിന്നു. കിഷോർ അവളുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി മുടി നന്നായി തുടച്ചു കൊടുത്തു. നിനക്ക് തുടർന്ന് പിടിക്കാൻ പോയിക്കൂടെ? എനിക്ക് മടിയാ. വേണ്ട. വേറെന്താ ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകുന്നു. പഠിച്ചു കഴിഞ്ഞ് തൽക്കാലം കുറച്ച് നാൾ എവിടെയെങ്കിലും ജോലി ചെയ്യാം. പിന്നെ സ്വന്തമായിട്ടൊരു പാർലറും തുടങ്ങാമല്ലോ. അതൊരു നല്ല ആശയമാണെന്ന് അവൾക്കും തോന്നി. ഞാൻ ശേഖർ ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ? എന്ത് പറഞ്ഞാലും ഒരു ചേച്ചി. അപ്പൊ ഞാനാരടി നിന്റെ? അവനവളെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് ഇട്ടു.
അപ്രതീക്ഷിതമായതിനാൽ കണങ്കാൽ കട്ടിലിന്റെ സൈഡിലിടിച്ച് അവൾക്ക് നന്നായിട്ട് വേദനിച്ചു. അവൾ തലയിനടുത്ത് കിഷോറിന് എറിഞ്ഞു. അവൻ കട്ടിൽ നിന്ന് അവളുടെ 2 കൈകളും തലക്ക് മുകളിൽ പിടിച്ചു വെച്ചു. പിന്നെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് ചുംബിച്ചു. അർച്ചന കുതറി. ഒരു കണക്കിന് കൈകൾ സ്വതന്ത്രമാക്കി അവന്റെ വയറിൽ ഇക്കിളിയിട്ട് തുടങ്ങി. അത്രക്കായോ? അവൻ 2 കൈ അവളുടെ ശരീരത്തിന് ചുറ്റും കൊരുത്ത് പിടിച്ച് ബെഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു. അവന്റെ ടീഷർട്ടിലെയും ഷോർട്സിലെയും വെള്ളം മുഴുവൻ അവളുടെ ഡ്രസ്സിലും ബെഡ്ഷീറ്റിലും പടർന്നു. മുത്തശ്ശി, അച്ചൂമ്മ കൊച്ചിനെ അടിക്കുന്നേ, ഓടി വാ! ജനനിയുടെ ശബ്ദം കേട്ടാണ് രണ്ടുപേരും ഞെട്ടിയത്. അവർ വാതിൽക്കിലേക്ക് നോക്കി. കുഞ്ഞു പരിഭ്രമത്തോടെ നിൽക്കുന്നു. അതിന്റെ പിറകിൽ തന്നെ കൗസല്യ അവിടെ എത്തി. തങ്ങളെ ഏത് കോലത്തിനാണുള്ളതെന്ന് അപ്പോഴാണ് രണ്ടാൾക്കും മനസ്സിലായത്. ബെഡിൽ മലർന്നു കിടക്കുകയാണ് കിഷോർ. അർച്ചന അവന്റെ മുകളിലും. അവളുടെ അഴിഞ്ഞ മുടി അവന്റെ മുഖത്ത് ചിതറിയിട്ടുണ്ട്. അർച്ചന പിടഞ്ഞെഴുന്നേറ്റ് മാറി നിന്നു. അവര് തമാശക്ക് അടികൂടിയതാ, മോള് താഴേക്ക് പോയിക്കോ. ജനനി പോയതോടെ കൗസല്യ കിഷോറിനെ രൂക്ഷമായി നോക്കി. ഈ വാതിലൊന്ന് അടച്ചുകൂടെടാ, വെറുതെ കൊച്ചിനെ പേടിപ്പിച്ചു. അതിന് അമ്മ വിചാരിക്കുന്ന പോലൊന്നും. അവൻ പരിങ്ങി. അതിന് അമ്മയൊന്നും വിചാരിച്ചില്ല. പൊന്നുമേ കടയിൽ പോ. അവരൊരു കള്ളച്ചിരിയോടെ തിരിഞ്ഞടന്നു. ആകെ നാണിക്കേണേ, എന്താ കിഷോറേട്ടാ ഇത്? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഇത് 2ാമത്തെ ഡ്രസ്സാ, ബെഡ്ഷീറ്റും നനഞ്ഞു. പോട്ടെ, നീ ഇവിടെ ഇരുന്നേ. എന്തിനാ? ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഒന്നും ചെയ്യില്ലടി, സത്യം, നീ കിട്ടുവാ. അവൾ പതിയോടെ ഇരുന്നു. കിഷോർ അവളുടെ കാല് തന്നെ മടിയിലേക്ക് എടുത്തു വെച്ച് പാദത്തിൽ അമർത്തി തടവി. വേദനിക്കുന്നുണ്ടോ? ചെറുതായിട്ട്. സോറി. കുഴപ്പമില്ല, വേഗം പോവാൻ നോക്ക്, ലേറ്റായി. ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വീടിനുള്ളിൽ നിന്റെ ജീവിതം മുരടിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. പുറത്തിറങ്ങിയ ആൾക്കാരുടെ ഇടപഴക്. കുറേ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവട്ടെ. എനിക്കെന്തൊരു മടി പോലെ. അതൊക്കെ മാറിക്കോളും. ജാനിയുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മയുണ്ടല്ലോ. അമ്മയും അച്ഛനും സമ്മതിക്കുമോ? അവർ തന്നെയാണ് ഈ മണ്ടൂസിക്കാരെ ആദ്യം എന്നോട് സംസാരിച്ച്. നിന്നെ പഠിക്കാൻ വിടാൻ അമ്മയുടെ ആഗ്രഹം. പക്ഷെ അച്ഛൻ പറഞ്ഞു ആദ്യം നിന്നോട് ചോദിക്കാൻ. അവളൊന്നും മിണ്ടിയില്ല. അച്ചു, നീ സമ്പാദിക്കുന്നതുകൊണ്ട് ജീവിക്കാനൊന്നല്ല, പക്ഷെ നിന്റെ ആവശ്യങ്ങൾക്ക് ആരെയും ആശ്രയിക്കണ്ടല്ലോ. അതുമാത്രമല്ല, നീ ജോലിക്ക് പോയി കിട്ടുന്ന കാശ് നിന്റെ അച്ഛന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷത്തോടെ വാങ്ങാൻ പറ്റും. മറിച്ച് ഞാൻ കൊടുക്കുമ്പോൾ ഇത്തിരി പ്രയാസം കാണും. മകളുടെ ഭർത്താവല്ലേ? അവൾ തലയാട്ടി. ശരി, നീ ഡ്രസ്സ് മാറിയിട്ട് കഴിക്കാൻ തന്നെ എടുത്തു വെക്കുക, ഞാനൊന്ന് കുളിക്കട്ടെ. അവൻ ബാത്റൂമിലേക്ക് നടന്നു. പിന്നെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ജാനി ചേർക്കാനുള്ള ഏർപ്പാട് റെഡിയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ പോയി തുടങ്ങാം. അവനകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. അർച്ചനയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇന്നതിൽ 100% സംതൃപ്തിയാണ്. മനസ്സിലുള്ളതെല്ലാം അറിഞ്ഞു ചെയ്യുന്ന ഭർത്താവും അദ്ദേഹത്തിന്റെ വീട്ടുകാരും. സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന നാളുകളിൽ കൂടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാർ അവരുടെ ഭർത്തൃ വീടുകൾ അനുഭവിക്കുന്നതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പേടി തോന്നിയിരുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വർഗം. പക്ഷേ താൻ ശരിക്കും ഇതിന് അർഹയാണോ? ആ ചോദ്യം മനസ്സിനെ എന്നും അലട്ടാറുണ്ട്. വസ്ത്രം മാറിയ ശേഷം കിഷോറിന് ധരിക്കാനുള്ള ചെയറിൽ എടുത്തു വെച്ച് അവൾ താഴേക്ക് ഇറങ്ങി. കൗസല്യയുടെ മുന്നിൽ നിൽക്കാൻ അവൾക്ക് വല്ലാത്ത നാണം തോന്നി. അവർ പക്ഷേ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ജനനിക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയാണ്. അവൻ്റെ നീരാട്ട് കഴിഞ്ഞില്ലേ? ഇല്ല. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ? വേണ്ടമ്മേ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഒന്നിച്ച് കഴിച്ചോളാം. ആഹാ, കറക്റ്റ് ടൈമാണല്ലോ. പ്രജിത്ത് അങ്ങോട്ടേക്ക് കയറി വന്നു. അമ്മച്ചി, എന്താ സ്പെഷ്യല്? അപ്പവും മുട്ടക്കറിയും. അവനെവിടെ അച്ചു? കടയിൽ പോകാനിരുങ്ങുക. കടയിലേക്കോ? എന്നാ ഇവിടെ കൊല നടക്കും. ഇന്ന് എൻ്റെ കൂടെ ഒരിടം വരെ പോകാണ്ട് ഇന്നലെ രാത്രി കൂടി ഓർമ്മിച്ചാ ഞാൻ. പ്രജിത്ത് ഒരു ചോക്ലേറ്റ് ജനി കൊടുത്തുകൊണ്ട് പറഞ്ഞു. എവിടേക്കാടാ? പെണ്ണ് കാണാൻ. ആർക്ക്? എൻ്റെ അച്ഛൻ കുഞ്ഞിരാമന്. പ്രജിത്തിന് നല്ല ദേഷ്യം വന്നു. എനിക്കെന്താ പെണ്ണിട്ടി കൂടെ? നിങ്ങളുടെ മോന് മാത്രമേ പാടുള്ളൂ വല്ല നിയമമുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചാടാ, നീ ഇരിക്ക്. അച്ചു, ഇവന് നല്ല ചൂട് അപ്പവും മുട്ടക്കറിയും കൊടുക്ക്. അർച്ചന അടുക്കളയിലേക്ക് നടന്നു. എവിടുന്നാടാ പെണ്ണ്? നമ്മുടെ LIC ഏജന്റ് സുഷമ ചേച്ചിയില്ലേ, അവിടെ അനിയത്തിയുടെ മോളാ. ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ പോകാണ്ടെന്ന് പറഞ്ഞു. അഡ്രസ്സ് തന്നിട്ടുണ്ട്, പോയി നോക്കട്ടെ. അച്ഛൻ കുറേയായി പറയുന്നു പെണ്ണ് കെട്ടാൻ വേണ്ടി. മൂപ്പരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം. അപ്പം നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? ഏയ്, എനിക്ക് ജോലിക്ക് വേണം. വൈകിട്ട് വന്ന് കുളിച്ച് വായനശാലയിൽ പോയിരുന്ന് കുറച്ച് നേരം വർത്താനം പറയണം. പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം. ഇടയ്ക്ക് 2 പെഗ് അടിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. പെണ്ണ് കിട്ടിയ ജീവിതം തീർന്നില്ലേ? എന്നാ ആരാടാ പറഞ്ഞേ? അതാരെങ്കിലും പറയണോ? ഉദാഹരണങ്ങളായിട്ട് ബാറേട്ടിനും കിച്ചു മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ചെറുക്ക, നല്ലൊരു കാര്യത്തിന് മുമ്പ് വെറുതെ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കരുത്. അവൻ ചിരിയോടെ ജന്നിയെടുത്ത് വട്ടം കറക്കി. ആഹാ, സുന്ദരി അടുത്ത ആഴ്ച മുതൽ പുതിയ സ്കൂളിൽ പോവാണല്ലേ? അവൾ ചിരിച്ചു. പുതിയ ബാഗ് മാമന്റെ വക. സത്യം? അവളുടെ കണ്ണുകൾ വിളർന്നു. നാളെ മാമ വരുമ്പോൾ കൊണ്ടുവരാട്ടോ. അവൾ ആഹ്ലാദത്തോടെ പ്രജിത്തിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. ആ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂവെങ്കിലും ജന്നിയെ എല്ലാവർക്കും ജീവനാണ്. ഇടയ്ക്ക് പ്രജിത്ത് അവളെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോകും. ബാലൻ രാത്രി വരുന്നവരെ അവൾ ഉറങ്ങാതെ കാത്തിരിക്കും. അയാൾ വാരിക്കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കളിച്ച് അവരുടെ കൂടെയാണ് ഉറങ്ങാറുള്ളതും. പ്രജിത്ത് അപ്പവും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കെ കിഷോർ അങ്ങോട്ട് വന്നു. നിന്റെ കാര്യം മറന്നുപോയടാ, സോറി. എന്തായാലും ഇനി പെണ്ണണ്ടിനെ ബാക്കി. കിഷോർ അടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി.
അപ്പോഴാണ് അവൻ്റെ ഫോണിൽ ശ്വേത വിളിച്ചത്. നിങ്ങളിതുവരെ പോയില്ലേ? അവൾ ചോദിച്ചു. ആ ഇപ്പൊ ഇറങ്ങും. ആ പൊട്ടനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കരുത് കേട്ടല്ലോ, ചളാക്കും. പൊട്ടൻ നിന്റെ മറ്റവൻ. നിനക്കൊക്കെ അസൂയാടി, അസൂയ. എനിക്കെന്തിനാണ് അസൂയ? നിന്നെ കിട്ടുന്ന പെണ്ണിന്റെ അവസ്ഥ അറിയിച്ച് എനിക്ക് സങ്കടമേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വാടി, ബാക്കി നേരിട്ടുതരാം. ഫോൺ വെച്ചിട്ട് പോടി, വെറുതെ എന്റെ ആത്മവിശ്വാസം നശിപ്പിക്കാൻ. അപ്പുറത്തുനിന്ന് ചിരി മുഴങ്ങി. പ്രജി, ഞാൻ ചുമ്മാ പറഞ്ഞാടാ, എല്ലാം ശരിയാവട്ടെ, പോയി വന്നിട്ട് വിളിക്കേട്ടോ. അവൾ ഫോൺ വെച്ചു. ഭക്ഷണം കഴിച്ച് അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബൈക്കിൽ മീനുമായി ഷുക്കൂർ മുറ്റത്തേക്ക് വന്നു. ഐ ജി കടയിൽ പോയില്ലേ ഈശോറേ? ഇല്ലടാ, ഇവനെ കൊണ്ട് ഇടം വരെ പോണം. ഷുക്കൂർ പ്രജിത്തിനെ അടിപൊളി നോക്കി. ആഹാ, ഇന്ന് കാണാൻ കുറച്ച് ചുള്ളനായിട്ടുണ്ടല്ലോ, എന്തുപറ്റി? വല്ല പെണ്ണ് കാണാനും പോവാണോ? അതെ, എന്തേ? ഏയ് ഒന്നുമില്ലേ, ചുമ്മാ ചോദിച്ചാ. നിനക്ക് ഈടായിട്ട് എന്നെ ഒന്നൊരു മൈൻഡും ഇല്ല. ഞാൻ പാവപ്പെട്ടനായതുകൊണ്ടാണോ? ആര് പാവം? നീയോ? പൾസർ ബൈക്കിൽ മീൻ വിൽക്കുന്ന നീ പാവം. സൈക്കിൾ പോലില്ലാത്ത ഞാൻ ടാറ്റയുടെ കൊച്ചുമോനും അല്ലേ? ഒന്ന് പോയടാ. അപ്പ പെണ്ണ് കാണില്ല എന്നെ. അല്ല, ഇന്നെങ്കിലും ഷഡ്ജം ഇട്ടിട്ടുണ്ടോ? പുറകിലേക്ക് വള മാറി സംശയം തീർത്തരാം. നീ ഒന്ന് അടങ്ങ് പ്രജി, കിഷോർ സമാധാനിപ്പിച്ചു. കേട്ടില്ലടാ തെണ്ടി പറയുന്നേ. സ്കൂളിൽ പഠിക്കുമ്പോ കോപ്പി അടിച്ച് ജയിച്ചവനാ. ആ നന്ദി വേണ്ട ആ പന്നിക്ക്. എടാ തമാശ പറഞ്ഞ മുത്തേ, നീ എത്രയും പെട്ടെന്ന് കെട്ടണമെന്ന് എന്റെ ആഗ്രഹം. നമ്മുടെ ടീമിൽ ഇനി നീയേ ബാക്കിയുള്ളൂ. എവിടുന്നാടാ പെണ്ണ്? ടൗണിലാടാ. കൗസല്യ അങ്ങോട്ട് വന്നു, പിന്നാലെ അർച്ചനയും ജെന്നിയും. ഇന്നെന്താ മീന് ഷുക്കൂറേ? അയല, മത്തി, പിന്നെ നല്ല ഫ്രഷ് ചെമ്മീനുണ്ട്. ഷുക്കൂർ പറഞ്ഞു. നിന്നെ കുറെ ആയലടാ കണ്ടിട്ട്. എളാപ്പാന്റെ മോൾക്ക് സുഖല്ലേ? അതിനും കൂടി മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോയതാ. ഇന്നലെയാ തിരിച്ചെത്തിയത്. മോളെ, നിനക്ക് എന്താ വേണ്ടത്? ചെമ്മീൻ. ഉത്തരം പറഞ്ഞ ജനനിയാണ്. എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ. അർച്ചന കയ്യിൽ നിന്ന് സ്റ്റീൽ പാത്രം വാങ്ങി ഷുക്കൂർ ചെമ്മീൻ തൂക്കി അതിൽ ഇട്ടുകൊടുത്തു. അവന്റെ ബൈക്ക് പോയതിന്റെ പുറകെ തന്നെ കിഷോറും പ്രജിത്തും കയറി ബൈക്ക് റോഡിലേക്ക് ഇറങ്ങി. രാത്രി എല്ലാവരും ഹാളിൽ നിന്ന് TV കാണുമ്പോഴാണ് കിഷോർ വന്ന്. ജനനി ഓടി അവന്റെ അടുത്തെത്തി കയ്യിലെ കവറ് വാങ്ങി. അതിൽ തനിക്കായി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പെണ്ണ് കാണാൻ പോയിട്ട് എന്തായടാ? ബാലൻ ചോദിച്ചു. ഏയ്, അത് ശരിയായില്ല. അതെന്തേ? ഗവൺമെന്റ് ജോലിക്കാരെയാണ് നോക്കുന്ന പോലും. പെണ്ണിന് ജോലിയുണ്ടോ? അക്ഷയ സെന്ററിലാ. പ്രജിക്ക് വിഷമായോടാ? അതോർത്തായിരുന്നു കൗസല്യക്ക് ടെൻഷൻ. ഉവ്, ഇനി പെണ്ണിട്ടില്ലെന്നൊക്കെ പ്രതിജ്ഞ എടുക്കുന്നുണ്ടായിരുന്നു. പാവം, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എവിടെയെങ്കിലും നല്ല പെൺകുട്ടി അവനെ ദൈവം കാത്തു വെച്ചിട്ടുണ്ടാവും. നീ കഴിക്കുന്നില്ലേടാ? ഞാൻ പ്രജിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു. അവൻ്റെ അച്ഛൻ നിർബന്ധിച്ച് പൊഴിഞ്ഞു വരാൻ പറ്റിയില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് അർച്ചന മുകളിലെത്തിയപ്പോൾ കിഷോർ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുഖം പരിശോധിക്കുകയായിരുന്നു. ഏയ്, മുഖക്കുരു വന്ന പോലെ. പ്രേമം തുടങ്ങുമ്പോഴാ കുരു വരുന്നെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആര്? നിന്റെ അച്ഛൻ കൃഷ്ണനോ? എന്റെ അച്ഛനെ വിളിക്കരുത്. ആൾ വിരൽ ചൂണ്ടി. കിഷോർ ആ വിരലിൽ പിടിച്ച് ഒറ്റ വലി. ആൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. പിന്നോട്ട് മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പ്രണയം തന്നെയാടി നിന്നോട്, ഒടുക്കത്ത് പ്രണയം. ഓ, സുഖിപ്പിക്കല്ലേ? സത്യടി. ഒന്ന് പോമാഷേ. എന്നാ നീ വിശ്വസിക്കണ്ട. അവൻ പിടിവിട്ടു. പിന്നെ കട്ടിലിരുന്നു. ആ മുഖം കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി. മെല്ലെ അടുത്തിരുന്ന് തോളിൽ കൈവച്ച്. കിഷോർ ആ കൈമാറ്റി കയറി കിടന്നു. വാതിലടച്ച അവളും അവൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് തോന്നാൻ എന്താ കാരണം? എന്ത്? ഇപ്പൊ പറഞ്ഞു തന്നെ. എന്തു പറഞ്ഞു? കുന്തം. അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു കിടന്നു. കിഷോർ മെല്ലെ അവളുടെ വയറിലൂടെ കൈയിട്ട് തന്നോട് ചേർത്തു. പിന്നെ അവളുടെ പിൻകഴുത്തിൽ മൃദുവായി ഉമ്മവിച്ചു. നീ വന്നതിന് ശേഷം ഈ വീട് ഒത്തിരി മാറി. എന്നും സങ്കടപ്പെട്ടു കഴിഞ്ഞതോർത്ത് കരഞ്ഞ നാളുകൾ തള്ളി നീക്കിയിരുന്ന എൻ്റെ ജീവിതവും മാറി. ഇതൊക്കെ പോലെ പ്രണയം തോന്നാൻ. കൂടാതെ ജാനിമോളെ എനിക്ക് കിട്ടി. നിന്റെ ചേച്ചിയുടെ മകളാണെങ്കിലും അവൾ എനിക്ക് സ്വന്തം ചോരയിൽ പിറന്ന പോലെയാ. അർച്ചനയൊന്നും മിണ്ടിയില്ല. അച്ചു, അവൻ സ്നേഹത്തോടെ വിളിച്ചു. മറുപടിയില്ല. അവളുടെ മുഖത്തൂടെ വിരലോടിച്ചപ്പോൾ നനവ് അനുഭവപ്പെട്ടു. കിഷോർ അവളെ പെട്ടെന്ന് തനിക്ക് നേരെ തിരിച്ചു കിടത്തി. എന്തു പറ്റിയടി? എന്തിനാ കരയുന്നേ? ഉത്തരം കിട്ടാതായപ്പോൾ അവൻ അവളെ നെഞ്ചോട് ചേർത്തു. പറയടി, എന്തിനാ കരയുന്നേ? ജനനി എൻ്റെ ചേച്ചിയുടെ മകളല്ല. കിഷോർ ഞെട്ടി. അവിശ്വസനീയതോടെ അവൻ അർച്ചനയുടെ താടിൽ പിടിച്ചുയർത്തി. എന്താ നീ പറയുന്നേ? സത്യം, അവൾ അനിത ചേച്ചിയുടെ മകളല്ല. ചേച്ചി മരിച്ച് 2 വർഷം കഴിഞ്ഞ അവളെ ഞങ്ങൾ കിട്ടുന്നു. എവിടുന്ന്? തേനി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള കുറ്റിക്കാട്ടിന്ന്. അർച്ചനെ ഒന്ന് വിതുമ്പി. അച്ഛന് ട്രെയിനിൽ ചായയും വടയും വിൽക്കുന്ന ജോലിയായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ഞങ്ങൾ താമസിച്ചിരുന്ന കോളനിയിലെത്തും. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കയറാൻ തുടങ്ങുന്ന ചോരക്കുഞ്ഞിന് അച്ഛനെ കിട്ടിയത്. അതിനെ വാരിയെടുത്ത് സ്റ്റേഷൻ മാസ്റ്ററുടെ മുമ്പിലെത്തി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറികൾ വെച്ച് കിട്ടിയ ശേഷം വല്ല അനാഥാലയത്തിലും കൊണ്ടുകൊടുക്കാൻ അദ്ദേഹം പറഞ്ഞതാ. അച്ഛൻ സമ്മതിച്ചില്ല. അനിത ചേച്ചിക്ക് പകരം ദൈവം കൊണ്ടുവന്നാണെന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നു. എല്ലാവരും എതിർത്തിട്ടും അവൾ വളർത്തുന്ന അച്ഛൻ വാശി പിടിച്ചു. ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അവൾ എൻ്റെ സ്വന്തമായി. അർച്ചന അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ക്ഷമിക്കുക കിഷോറേട്ടാ,
സത്യം തുറന്നവരുടെ നന്നേ കരുതിയതാ. പക്ഷെ എല്ലാവരും അവളോട് കാട്ടുന്ന സ്നേഹം കുറഞ്ഞു പോകുന്ന പേടിച്ചിട്ടാ ഞാൻ. കിഷോറിന്റെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്ന് തുടുത്തു. അത് കാണെ അവളിൽ ഒരു ഭീതി നിറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.